വേ പ്രോട്ടീൻ വളരെ പോപ്പുലർ ആയിട്ടൊരു സപ്ലിമെൻ്റ് ആണ്. പലതരത്തിലുള്ള റിസർച്ച് നടത്തിയതിനു ശേഷം അവസാനം നിങ്ങളും വേ പ്രോട്ടീൻ കഴിക്കാൻ തീരുമാനിച്ചു. പക്ഷേ ഇപ്പം നിങ്ങൾക്ക് അറിയേണ്ടത് വേ പ്രോട്ടീൻ കഴിച്ചു കഴിഞ്ഞാൽ എന്തെങ്കിലും തരത്തിലുള്ള സൈഡ് എഫക്ട്സ് ഉണ്ടാവുമോ ഇല്ല എന്നുള്ളതാണ്. ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഡോക്ടർ പ്രസൂൺ. ഇന്നത്തെ വീഡിയോയിൽ വേ പ്രോട്ടീൻ നമ്മളുടെ ബോഡിയിൽ ഉണ്ടാക്കുന്ന സൈഡ് എഫക്ട്സിനെ കുറിച്ചും അഡ്വേഴ്സ് ഇഫക്ട്സിനെ കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത്. ഇത് കണ്ടുപിടിക്കാൻ പലതരത്തിലുള്ള സയൻറ്റിഫിക് സ്റ്റഡീസ് നടത്തിയിട്ടുണ്ട്. ഈ സ്റ്റഡീസിലൊക്കെ എന്താണ് പറയുന്നത് നമുക്ക് നോക്കാം. സോ വെൽക്കം ബാക്ക് ടു ഡോ ഫുഡി. നമ്മൾ തുടങ്ങാം. വേ പ്രോട്ടീൻ എന്ന് പറഞ്ഞാൽ പാലിൽ നിന്ന് ഉൽപ്പാദിക്കുന്ന ഒരു തരത്തിലുള്ള പ്രോട്ടീനാണ്. പക്ഷേ ഇത് സപ്ലിമെൻ്റ് രൂപത്തിൽ അധികം ആൾക്കാരും കഴിക്കുന്നുണ്ട്. കാരണം അവർക്ക് ഭക്ഷണത്തിലൂടെ കിട്ടുന്ന പ്രോട്ടീൻ്റെ അളവ് കുറവാണ്. ഇങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ എളുപ്പത്തിൽ പ്രോട്ടീൻ ശരീരത്തിലേക്ക് എത്തിക്കാൻ വേ പ്രോട്ടീൻ സപ്ലിമെൻറ്റ്സ് വളരെയധികം ഹെൽപ്ഫുൾ ആണ്. മസിൽ ബിൽഡ് ചെയ്യാനും അത്ലറ്റിക് പെർഫോമൻസിനും മസിൽ വേസ്റ്റിംഗ് തടയാനും വെയിറ്റ് ലോസിന് വരെ വേ പ്രോട്ടീൻ പൗഡർ ഉപയോഗിക്കുന്നുണ്ട്. പക്ഷേ ഇത് ദീർഘകാലം ഉപയോഗിക്കുന്നതിനനുസരിച്ച് നമ്മളുടെ ബോഡിയിൽ മാറ്റങ്ങളൊന്നും വരുന്നില്ല എന്നുള്ള കാര്യം നമ്മൾ ഉറപ്പുവരുത്തേണ്ടതാണ്. എല്ലാവരുടെയും കൺസേൺ വേ പ്രോട്ടീൻ സ്ഥിരമായിട്ട് കഴിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ ബോഡിയിൽ എന്തെങ്കിലും സൈഡ് എഫക്ട്സ് ഉണ്ടാവുമോ ഇല്ല എന്നുള്ളതാണ്. വേ പ്രോട്ടീൻ കഴിക്കുന്നവർക്ക് മുഖക്കുരു കൂടുതലായിട്ട് ഉണ്ടാവുമോ, ഇത് ലിവറിനെ ബാധിക്കുന്നുണ്ടോ, കിഡ്നി ഫംഗ്ഷൻ കുറഞ്ഞു പോവോ, വേ പ്രോട്ടീൻ കഴിക്കുന്നവർക്ക് പൈൽസിൻ്റെ ബുദ്ധിമുട്ട് കൂടുതലായിട്ട് അനുഭവപ്പെടുമോ, ബോൺസിൻ്റെ സ്ട്രെങ്ത്തിനെ എങ്ങനെയാണ് വേ പ്രോട്ടീൻ മാറ്റുന്നത്, അതുപോലെ തന്നെ വേ പ്രോട്ടീൻ കഴിക്കുന്നവർക്ക് പെട്ടെന്ന് ദേഷ്യം പിടിക്കും. ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ടോ എന്ന് കണ്ടുപിടിക്കാൻ 21 സ്റ്റഡീസ് നടത്തിയിട്ടുണ്ടായിരുന്നു. അതിൽ 12 ഹ്യൂമൻ സ്റ്റഡീസാണ്, 8 പ്രീ ക്ലിനിക്കൽ സ്റ്റഡീസ് ആയിരുന്നു, ഒരെണ്ണം ഇൻറ്റസ്റ്റൈനൽ സിമുലേറ്റർ ഉപയോഗിച്ചിട്ട് നടത്തിയിട്ടുള്ള സ്റ്റഡിയായിരുന്നു. ഈ സ്റ്റഡീസിലൊക്കെ ഇനി എന്തൊക്കെയായിരുന്നു കണ്ടുപിടിച്ചതെന്ന് പറയാം. ആദ്യം നമുക്ക് കിഡ്നീൻ്റെ കാര്യം പറയാം. ബോർ എന്ന് പറഞ്ഞ സയൻറ്റിസ്റ്റും അവരുടെ ടീമും കൂടി കണ്ടെത്തിയത് എൽഡർലി, അതായത് പ്രായം കൂടുതലുള്ള മസിൽ വേസ്റ്റിംഗ് ഉള്ള ആൾക്കാർ വേ പ്രോട്ടീൻ സപ്ലിമെൻറ്റ്സ് കഴിക്കുന്നതിനനുസരിച്ച് ഇവരുടെ കിഡ്നീൻ്റെ ഗ്ലോമറുലാർ ഫിൽട്രേഷൻ റേറ്റ് കൂടുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. ഇത് നല്ല കാര്യമാണ്. അധികം ആൾക്കാർക്ക് പറയേണ്ടത് വേ പ്രോട്ടീൻ കഴിച്ചു കഴിഞ്ഞാൽ രക്തത്തിലുള്ള ക്രിയാറ്റിനിൻ്റെ അളവ് കൂടുമെന്നുള്ളതാണ്. ചെറിയ രീതിയിൽ കൂടാൻ സാധ്യതയുണ്ട്, 12% വരെ കൂടുന്നതായിട്ട് കണ്ടിട്ടുമുണ്ട്. പക്ഷേ ഇത് എക്സ്പെക്റ്റഡ് ആണ്. ഇത് നമ്മൾ പ്രതീക്ഷിക്കുന്ന ക്രിയാറ്റിനിൻ്റെ വർധനമാണ്. കാരണം വേ പ്രോട്ടീൻ അടങ്ങിയിരിക്കുന്ന പ്യൂരിൻസ് മെറ്റബോളിസം നടത്തുന്ന സമയത്ത് ക്രിയാറ്റിനിൻ തന്നെയാണ് ഉൽപ്പാദിക്കുന്നത്. ഓൾറെഡി കിഡ്നി ഫംഗ്ഷൻ കുറവുള്ളവർക്ക് വേ പ്രോട്ടീൻ കഴിക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടതാണ്. അങ്ങനെ അല്ലാത്തവർക്ക് വേ പ്രോട്ടീനെ കൊണ്ട് ബെനിഫിറ്റ് ഉള്ളതായിട്ട് തന്നെയാണ് കണ്ടിട്ടുള്ളത്. കിഡ്നി സ്റ്റോൺ ഉള്ളവർക്ക് വേ പ്രോട്ടീൻ കഴിയുമ്പോൾ കുറച്ചുകൂടി ശ്രദ്ധിക്കണം. കാരണം യൂറിനിലൂടെ പുറത്തേക്ക് പോകുന്ന കാൽഷ്യത്തിൻ്റെ അളവ് വേ പ്രോട്ടീൻ കഴിക്കുന്നവരിൽ കൂടുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് വേ പ്രോട്ടീൻ കഴിക്കുന്ന സമയത്ത് കൂടുതൽ വെള്ളം കുടിക്കണം എന്ന് പറയുന്നത്. യൂറിൻ്റെ കാൽഷ്യം മാത്രമല്ല, യൂറിൻ്റെ pH കുറയുന്നതായിട്ടും കണ്ടിട്ടുണ്ട്. ഇനി വേ പ്രോട്ടീൻ കഴിക്കുമ്പം ലിവറിൽ എന്തൊക്കെ മാറ്റങ്ങൾ വരുന്നുണ്ടോ എന്ന് പറയാം. നാഷ് അഥവാ നോൺ ആൽക്കഹോളിക് സ്റ്റീയറ്റോ ഹെപ്പറ്റൈറ്റിസ് എന്ന് പറഞ്ഞ കണ്ടീഷനുള്ളവർക്ക് വേ പ്രോട്ടീൻ കഴിക്കുന്നത് ബെനിഫിഷ്യൽ ആയിട്ടാണ് കണ്ടിട്ടുള്ളത്. ഇവർക്ക് ലിവറിലുള്ള ഓക്സിഡേറ്റീവ് സ്ട്രെസ് കുറയുന്നതായിട്ടും ലിവറിൽ നടക്കുന്ന ഇൻഫ്ലമേഷൻ അത് കുറയുന്നതായിട്ടും കണ്ടിട്ടുണ്ട്. ഷ്ലിക്മാൻ എന്ന് പറയുന്ന സയൻറ്റിസ്റ്റ് നടത്തിയുള്ള സ്റ്റഡീസിൽ പക്ഷേ ലിവർ എൻസൈംസ്, അതായത് AST, ALT ഇതിലൊക്കെ ചെറിയ വർധനവുള്ളതായിട്ടാണ് കണ്ടിട്ടുള്ളത്. ഇത് കൂടുതലും ജിമ്മിൽ പോയി എക്സസൈസ് ചെയ്യുന്നവർ വേ പ്രോട്ടീൻ കഴിക്കുന്ന സമയത്താണ് ഇങ്ങനത്തെ മാറ്റങ്ങൾ കണ്ടിട്ടുള്ളത്. പ്രോട്ടീൻ സപ്ലിമെൻറ്റ്സ് ലിവർ ഫെയിലിയർ ഉള്ളവർക്കോ അല്ലെങ്കിൽ ലിവറിൻ്റെ ഫംഗ്ഷൻ കുറഞ്ഞിട്ടുള്ളവർ കഴിക്കുമ്പോഴാണ് കൂടുതലും ശ്രദ്ധിക്കേണ്ടത്. സ്ഥിരമായിട്ട് മദ്യപിക്കുന്നവർക്ക് അവരുടെ ലിവർ ഫംഗ്ഷനിൽ മാറ്റങ്ങൾ ഉണ്ടാവാം. ഇങ്ങനെയുള്ളവർ വേ പ്രോട്ടീൻ സ്റ്റാർട്ട് ചെയ്യുമ്പോഴും അത് കണ്ടിന്യൂ ചെയ്യുമ്പോഴും ഇടയ്ക്കിടയ്ക്ക് ലിവർ ഫംഗ്ഷൻ ടെസ്റ്റ് ചെയ്ത് നോക്കേണ്ടതാണ്. ഈ വിഷയത്തിനൊക്കെ കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോസ് ഞാൻ ഇതിനു മുമ്പേ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ആ വീഡിയോസിനൊക്കെ ലിങ്ക് ലൈക്ക് ബട്ടൻ്റെ താഴെ കാണാം. ഇനി മുഖക്കുരുവിൻ്റെ കാര്യം പറയുമ്പോൾ കൂടുതലായിട്ടും മാറ്റങ്ങൾ കണ്ടിട്ടുള്ളത് സ്ത്രീകളിലാണ്. വേ പ്രോട്ടീൻ കഴിക്കുന്നതിനനുസരിച്ച് മുഖക്കുരുവിൻ്റെ സിവിയറിറ്റി കൂടുന്നതായിട്ടും കണ്ടിട്ടുണ്ട്. അതുമാത്രമല്ല, വേ പ്രോട്ടീൻ അവർ ഡിസ്കണ്ടിന്യൂ ചെയ്യുന്ന സമയത്ത്, അതായത് നിർത്തുന്ന സമയത്ത് മുഖക്കുരു ശരിയാവുന്നതായിട്ടും കണ്ടിട്ടുണ്ട്. മുഖക്കുരുവും വേ പ്രോട്ടീൻ കൺസംഷനും തമ്മിൽ ഒരു സ്ട്രോങ് റിലേഷൻ ഉണ്ടെന്നാണ് പറയുന്നത്. ബോഡി ബിൽഡേഴ്സിനും കൗമാര പ്രായക്കാർക്കുമാണ് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ കൂടുതലായിട്ട് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ഇനി വേ പ്രോട്ടീൻ എടുക്കുന്ന സമയത്ത് ഗട്ട് മൈക്രോബയോമിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് വരുന്നതെന്ന് പറയാം. ഇതെല്ലാവർക്കും ഒരുപോലെയല്ല. ചില സ്റ്റഡീസിൽ കണ്ടെത്തിയിട്ടുള്ളത് നമ്മളുടെ വൻകുടലിലുള്ള ചില തരത്തിലുള്ള ബെനിഫിഷ്യൽ ആയിട്ടുള്ള ബാക്ടീരിയൻ്റെ അളവ് കുറയുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. അത് ചില സ്പീഷീസ് മാത്രമാണ്. ഇത് ക്രോസ് കൺട്രി റണ്ണേഴ്സിലാണ് ഇങ്ങനെ കണ്ടിട്ടുള്ളത്. മറ്റു സ്റ്റഡീസിൽ ബിഫിഡോ ബാക്ടീരിയ പോലത്തെ ബെനിഫിഷ്യൽ ആയിട്ടുള്ള ബാക്ടീരിയൻ്റെ അളവ് കൂടുന്നതായിട്ടും കണ്ടിട്ടുണ്ട്. ഷോർട്ട് ചെയിൻ ഫാറ്റി ആസിഡ്സിൻ്റെ സെക്രീഷൻ കൂടുന്നതായിട്ടും കണ്ടിട്ടുണ്ട്. ഇതൊക്കെ ബെനിഫിഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഗട്ട് മൈക്രോബിയമിൻ്റെ കാര്യം പറയുന്ന സമയത്ത് വേ പ്രോട്ടീന് മാത്രമല്ല, ഇവർ കഴിക്കുന്ന മറ്റു തരത്തിലുള്ള ഭക്ഷണത്തിനും ഗട്ട് മൈക്രോബിയത്തിൽ മാറ്റങ്ങൾ വരുത്താനുള്ള കഴിവുണ്ട്. ഇതിനെക്കുറിച്ച് കൂടുതൽ റിസർച്ച് വേണമെന്നാണ് ഈ സ്റ്റഡീസിലൊക്കെ പറയുന്നത്. ഇനി വേ പ്രോട്ടീൻ കഴിക്കുന്നവർക്ക് പൈൽസിൻ്റെ ബുദ്ധിമുട്ട് കൂടുതലുണ്ടാവാൻ സാധ്യതയുണ്ടോ ഇല്ലേ? ഇത് കണ്ടുപിടിക്കാനും നടത്തിയിട്ടുള്ള സ്റ്റഡീസിൻ്റെ എണ്ണം വളരെ കുറവാണ്. പൈൽസ് അഥവാ ഹെമറോയിഡ്സും ഡയറി പ്രൊഡക്ട്സും തമ്മിൽ ഒരു റിലേഷൻ ഉണ്ടെന്നാണ് പറയുന്നത്. ഡയറി പ്രൊഡക്ട്സ് എന്ന് പറഞ്ഞാൽ പാൽ ഉൽപ്പന്നങ്ങളാവാം, ചീസാവാം, ബട്ടറാവാം.
വേ പ്രോട്ടീനും പാലിൽ തന്നെയാണ് ഉൽപ്പാദിക്കുന്നത്. പക്ഷേ വേ പ്രോട്ടീൻ കഴിച്ചത് കാരണം മാത്രം പൈൽസ് ഉണ്ടാവുന്നതായിട്ടോ അതിൻ്റെ ബുദ്ധിമുട്ട് അല്ലെങ്കിൽ സിവിയറിറ്റി കൂടുന്നതായിട്ടോ സ്റ്റഡീസിൽ നമുക്ക് തെളിയിക്കാൻ സാധിച്ചിട്ടില്ല. വേ പ്രോട്ടീൻ കഴിക്കുന്ന സമയത്ത് അതിൻ്റെ എക്സ്പയറി ഡേറ്റ് ഒക്കെ ശ്രദ്ധിക്കുക. എക്സ്പയറി അടുത്തിട്ടുള്ള പ്രോട്ടീൻ സപ്ലിമെൻറ്റ്സ് കഴിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞിട്ടുള്ള സപ്ലിമെൻറ്റ്സ് ഒക്കെ കഴിക്കുമ്പം ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ചിലരിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇമോഷൻസിൽ മാറ്റങ്ങൾ വരുന്നു എന്ന് കണ്ടുപിടിക്കാൻ നടത്തിയിട്ടുള്ള സ്റ്റഡീസിൽ ചില ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങളാണ് കണ്ടെത്തിയിട്ടുള്ളത്. പുരുഷന്മാർ, പ്രത്യേകിച്ചും ബോഡി ബിൽഡിംഗ് ചെയ്യുന്ന പുരുഷന്മാർക്ക് വേ പ്രോട്ടീൻ കഴിക്കുന്നതിനനുസരിച്ച് ദേഷ്യം കുറച്ച് കൂടുതലായിട്ട് കണ്ടിട്ടുണ്ട്. ഇതിൻ്റെ പോസിബിൾ എക്സ്പ്ലനേഷൻ പറയുന്നത് ബ്രെയിനിലുള്ള സെറട്ടോണിൻ്റെ ലെവലിൽ വർധനവുണ്ടാവുന്നതും ആങ്സൈറ്റി ചെറുതായിട്ട് കുറയുന്നതൊക്കെയാണ്. നമ്മളുടെ ശരീരത്തിൽ പ്രോട്ടീൻ്റെ അളവ് കൂടുന്നതിനനുസരിച്ച് ബോൺസിൻ്റെ സ്ട്രെങ്ത് കൂടുന്നതാണ് പറയുന്നത്. പക്ഷേ വേ പ്രോട്ടീൻ കഴിക്കുന്നതിനനുസരിച്ച് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ യൂറിനിലൂടെ പുറത്തേക്ക് പോകുന്ന കാൽഷ്യത്തിൻ്റെ അളവ് കൂടുന്നുണ്ട്. ഈ കാൽഷ്യം ചിലപ്പം ബോണിൽ നിന്നും ബോൺസിൻ്റെ ഡീമിനറലൈസേഷൻ വഴി വരുന്നതാവാം. പക്ഷേ ഇത് തെളിയിക്കാൻ ഇനിയും സാധിച്ചിട്ടില്ല. വേ പ്രോട്ടീൻ എടുക്കുന്ന അധികം ആൾക്കാരും വേ ട്രെയിനിങ് എക്സസൈസ് ചെയ്യാറുണ്ട്, റെസിസ്റ്റൻസ് ട്രെയിനിങ് എക്സസൈസ് ചെയ്യാറുണ്ട്. ഇതെല്ലാം ബോൺസിന് നല്ലതാണ്. ഇനി സ്ഥിരമായി വേ പ്രോട്ടീൻ എടുക്കുന്നവർക്ക് മറ്റു തരത്തിലുള്ള ഹെൽത്ത് ഇഫക്ട്സും കണ്ടിട്ടുണ്ട്. ഇൻസുലിൻ്റെ അളവ് കൂടുന്നതായിട്ടും കണ്ടിട്ടുണ്ട്. ഗ്ലൂക്കോസിനേക്കാളും ഡേഞ്ചറസ് ആണ് ഇൻസുലിൻ്റെ ലെവൽ എല്ലാ സമയം കൂടി നിൽക്കുന്നത്. വെയിറ്റ് കൂടുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. ഫുഡ് ഇൻടേക്ക് കൂടുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. ട്രൈഗ്ലിസറൈഡ്സിൻ്റെ അളവ് കൂടുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. ഇങ്ങനത്തെ പലതരത്തിലുള്ള മാറ്റങ്ങൾ വേ പ്രോട്ടീൻ സപ്ലിമെൻറ്റ്സ് സ്ഥിരമായിട്ട് കഴിക്കുന്നവർക്ക് ഉണ്ടാവും. അതിൻ്റെ അർത്ഥം നിങ്ങൾ വേ പ്രോട്ടീൻ കഴിക്കേണ്ടെന്നോ കഴിച്ചുകൊണ്ടിരിക്കുന്നവർ നിർത്തണം എന്നല്ല. ഇതൊരു സപ്ലിമെൻ്റ് ആണെന്നുള്ള കാര്യം കൃത്യമായി മനസ്സിലാക്കിയതിന് ശേഷം മാത്രം കഴിക്കുക. സപ്ലിമെൻ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിലൂടെ കിട്ടുന്ന പ്രോട്ടീനെ റീപ്ലേസ് ചെയ്യാനല്ല, പകരം ഭക്ഷണത്തിലൂടെ കിട്ടുന്ന പ്രോട്ടീൻ കുറവാണെങ്കിൽ അതിനെ ബൂസ്റ്റ് ചെയ്ത് നമുക്ക് ആവശ്യമുള്ള ലെവലിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് സപ്ലിമെൻറ്റ്സ് ഉപയോഗിക്കേണ്ടത്. അതുമാത്രമല്ല, നിങ്ങൾക്ക് മറ്റു തരത്തിലുള്ള ഹെൽത്ത് കണ്ടീഷൻസ് ഉണ്ടെങ്കിൽ അതിനെയൊന്നും ഈ വേ പ്രോട്ടീൻ ബാധിക്കുന്നില്ല എന്നുള്ള കാര്യം ഇടയ്ക്കിടയ്ക്ക് ബ്ലഡ് ടെസ്റ്റുകൾ ചെയ്തിട്ട് ഉറപ്പ് വരുത്തേണ്ടതുമാണ്. നിങ്ങളും വേ പ്രോട്ടീൻ തുടങ്ങാൻ പ്ലാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ തുടങ്ങുന്നതിന് മുമ്പേ കിഡ്നി ഫംഗ്ഷൻ ടെസ്റ്റ്, ലിവർ ഫംഗ്ഷൻ ടെസ്റ്റ്, ബ്ലഡ് കൗണ്ട് ഇങ്ങനത്തെ കുറച്ച് ടെസ്റ്റുകൾ ചെയ്ത് നോക്കുന്നത് നല്ലതാണ്. കാരണം ഇങ്ങനെയുള്ള ടെസ്റ്റുകൾ ചെയ്താൽ മാത്രമേ വേ പ്രോട്ടീൻ കഴിച്ചതിന് ശേഷം 2-3 മാസം കഴിഞ്ഞിട്ട് നിങ്ങൾ വീണ്ടും ഈ ടെസ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങളുടെ ബ്ലഡിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ബോഡിയിൽ എന്തൊക്കെ മാറ്റങ്ങൾ വന്നിട്ടുണ്ടെന്നുള്ള കാര്യം നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. നിങ്ങൾക്ക് ഇനി വേ പ്രോട്ടീൻ സപ്ലിമെൻറ്റ്സ് പറ്റുമോ ഇല്ല എന്നുള്ള കാര്യം കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പേഴ്സണലൈസ്ഡ് ആയിട്ടുള്ള അഡ്വൈസ് ആണ് വേണ്ടത്. അതിനുവേണ്ടി നിങ്ങൾക്ക് ഓൺലൈനായി ഡോക്ടേഴ്സുമായി ചർച്ച ചെയ്യാവുന്നതാണ്. ഡോഫോഡി എന്ന് പറയുന്നത് അത്തരത്തിലുള്ള ഒരു പ്ലാറ്റ്ഫോമാണ്. ഡോഫോഡിൻ്റെ ലിങ്ക് നിങ്ങൾക്ക് ലൈക്ക് ബട്ടൻ്റെ താഴെ കാണാം. ഇല്ലെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. നിങ്ങൾക്ക് ഇനി വേ പ്രോട്ടീനെ കുറിച്ച് കൂടുതൽ എന്തൊക്കെയാണ് അറിയേണ്ടത് വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യുക. വേ പ്രോട്ടീനെ കുറിച്ച് ഞാൻ പലതരത്തിലുള്ള വീഡിയോസ് മുമ്പേ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അതെല്ലാം ഈ പ്ലേലിസ്റ്റിൽ നിങ്ങൾക്ക് കാണാവുന്നതാണ്. നിങ്ങളുടെ സംശയങ്ങൾ ചോദിക്കുന്നതിന് മുമ്പേ ആ വീഡിയോസും കൂടി തീർച്ചയായിട്ടും കാണുക. കോമൺ ആയിട്ടുള്ള സപ്ലിമെൻറ്റ്സ് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസൊക്കെ ഞാൻ ആ വീഡിയോയിൽ ആൻസർ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ നിങ്ങളുടെ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.